കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് ആടുവള്ളി മോഹു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി അതിൻ്റെ ഒരു പിൻബലം എന്നോണം ക്ഷേത്രങ്ങളെയാണ് ഭഗവാൻ പുനരുദ്ധരിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെങ്കിലും മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങളും അതിനനുസരിച്ച് അത് വളർന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മതവും വ്യത്യാസമൊന്നുമില്ലല്ലോ, അദ്ദേഹം ഈശ്വരനല്ലേ ഉള്ളൂ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, മതം എന്ന് പറഞ്ഞ വഴികളാണ് പിള്ളേ. അതെ, ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് ചേരുന്നവരുടെ. അതെ, അപ്പോൾ ഏത് മതത്തിലൂടെ സഞ്ചരിച്ചാലും ഇപ്പോൾ നമ്മൾ പല നദികൾ ഒഴുകി ഒരു കടലിൽ ചേരുന്നത് പോലെ ഈ ഇതെല്ലാം ഒരിടത്ത് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അതിനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. പക്ഷേ മതങ്ങളെല്ലാം വഴികളാണ്. ഈശ്വരനിൽ എത്താനുള്ള വഴികൾ മാത്രമാണ് മതങ്ങൾ. അപ്പോൾ ആ മതങ്ങളിലൂടെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടോ ഭഗവാൻ ഇതെല്ലാം സ്ഥാപിച്ചിട്ടാണ്, സാറിനറിയാം, വിദ്യാഭ്യാസ സ്ഥാപനം. അതെ, പക്ഷെ ഞാൻ അതിലും ഉപരി കാണുന്നത് എന്താണെന്നറിയാം, ആ നാട്ടിൽ ഭഗവാൻ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം ശ്മശാനം. അതിന് സംശയം തോന്നുന്നു. ഒരു മൗനമായി നിന്ന ഒരു മനുഷ്യൻ, ഒരു അത് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യത്തിലൊരു തെരപ്പാണ്. ഇത് ഭരണകൂടങ്ങൾക്ക് സാധിച്ചു? ഒരിക്കലും പറ്റില്ല. അവിടെ ആർക്ക് സാധിച്ചു? ഇത്രയും കാലമൊക്കെ ആളുകൾ സമ്പന്നർക്ക് സാധിച്ചു? ഇല്ല. ഭൂവുടമകൾക്ക് സാധിച്ചോ? ഇല്ല. സാധിച്ചത് ഒരു യോഗിക്കാണ്. അതെ, അതാകട്ടെ എല്ലാവർക്കും ആവശ്യമുള്ളത്. എല്ലാവരും അന്ത്യവിശ്രമം കൊണ്ടല്ലേ പറ്റൂ. എല്ലാവർക്കും ആവശ്യമുള്ളൊരു സ്ഥലം. ഒരു സെന്റ് സ്ഥലമില്ലാത്തൊരു മനുഷ്യനും പെറമ്പോക്കിൽ വന്നിരിക്കുന്ന മനുഷ്യന് പെറമ്പോക്കിൽ ഇരുന്നു കൊണ്ട് അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാതെ പെറമ്പോക്കിൽ വന്നിരുന്നിട്ട് ഇത്രയും വിപ്ലവം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാലേ ഈശ്വരനല്ലാതെ ആർക്ക് സാധിക്കും? ഈശ്വരനല്ലാതെ ആർക്കും സാധിക്കില്ല. മൗനത്തിൽ ദൈവങ്ങൾക്ക് പോലും, ദൈവങ്ങൾ അവരെ ചുറ്റുപാട് ഇരിക്കുന്ന അതിനെ ഡെവലപ്പ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് പറ്റുന്നില്ല. ഒരു ദൈവം ആ ക്ഷേത്രത്തെ ഡെവലപ്പ് ചെയ്ത് ആ ക്ഷേത്രത്തിലെ നിത്യവൃത്തിക്ക് വഴി ഉണ്ടാക്കാൻ പോലും ആ ദൈവത്തിന് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ആ ദൈവത്തിന്റെ ചൈതന്യത്വം ഭരണ വഹിക്കണോ കൊണ്ടുപോവാണ്. അല്ലെങ്കിൽ അവിടെ ദുർമാർഗം ചെയ്ത് അതിനെ ഇല്ലാതാക്കി. അപ്പോൾ ദൈവത്തിന് പോലും സാധിക്കുന്നില്ല. ആണ് ദൈവങ്ങൾക്ക് വരെ എനർജി കൊടുത്തുകൊണ്ട് ഈ നാട്ടില് വിപ്ലവം സൃഷ്ടിച്ചു. അതിന് സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. സമൂഹത്തിലെ ആർക്ക് വേണ്ടിയും തുറന്നിട്ടിരിക്കുന്ന ഒരു ശ്മശാനം, 100%. അതാണ് പൊതു ശ്മശാനം. അതെ, പൊതു ശ്മശാനം. അത് നിസ്സാര കാര്യമല്ല, ചിന്തിക്കാൻ പറ്റില്ല. അതല്ലേ സാർ പറഞ്ഞപ്പോ തന്നെ ഞാൻ അതിൽ പെട്ടെന്ന് വന്നത്. ചില ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല. സാർ അത് പോട്ട് 22 വർഷങ്ങൾക്ക് മുമ്പ് കള്ളുകാട് പോലെ ഒരു സ്ഥലത്ത് ഒരു
CBSE സ്കൂൾ നടത്തണം. അതുപോലെ ഒരു സ്ഥലത്ത്. അതെ സാർ ആദ്യം നോക്കണം, നമ്മളൊക്കെ ഇന്ന് 2-3 സ്ഥലങ്ങളിലാണ് ആളുകൾ 2-3 ബിസിനസ്സുകളാണ് ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ്. അതിലൊന്ന് വിദ്യാഭ്യാസം, 1 വിദ്യാഭ്യാസം, 2 ആശുപത്രി, 3 കള്ളു കച്ചവടം. അതെ, അതും അങ്ങനെ മൂന്നാമത്തത് ഈ ധാരാളം ഉണ്ടായിരുന്ന ഒരു നാടാണത്. അതെ, അവിടെ അങ്ങനത്തെ മാറ്റി കുടിക്കുന്ന ആളുകളാണ് മാറ്റി കുടിക്കുന്നത്. അപ്പൊ എന്നാൽ ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തള്ളലുള്ളത്. അതെ, ഏറ്റവും മുഴുവൻ. അപ്പൊ ഇതുപോലെ ഒരു സ്ഥലത്ത് അത് വയ്ക്കുമ്പോൾ എവിടെ കൊണ്ട് വയ്ക്കും? ബിസിനസ് ഉള്ളിടത്തോട്ട് വയ്ക്കാം. ഇപ്പൊ ആരെങ്കിലും കൊണ്ടുവച്ചിട്ട് കാളിവാറ കൊണ്ടുവച്ചിട്ട് ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ തുടങ്ങുമോ സാർ? ഇല്ല, ഒരിക്കലും തുടങ്ങൂല. എന്ന് വെച്ചാൽ അവിടെ കച്ചവടം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് സിറ്റിക്ക് ആളുകൾ പറഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അതെ, അപ്പൊ അത് ബിസിനസ്സാണ്. അതെ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ അവിടെ സ്കൂൾ തുടങ്ങിയത് തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് അറിവ് വേണം. ഇനിയുള്ള സമയത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. ഇത് കണ്ട ഭഗവാൻ ആണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങാനായിട്ട് എല്ലാവരും കൂടി ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ ഈ 22 വർഷത്തിനകത്ത് ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടികളും ഒരു മോശം അവസ്ഥയിൽ പോയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് മാനേജറായിട്ട് ആ സ്കൂളിലേക്ക് വന്നു എങ്കിലും ആ സ്കൂളിൻ്റെ ഇതുവരെയുള്ള ചരിത്രം ഞാൻ നോക്കുമ്പോൾ അവിടെ ഭഗവാന്റെ പാദസ്പർശമേറ്റ ഭൂമിയാണ്. 2, ഈ അവിടെ കയറുന്ന ഓരോ കുട്ടികളിലേക്കും ഭഗവാന്റെ ദൃഷ്ടി പതിയുന്നു. തീർച്ചയായും അത് മാത്രം മതി ആ കുട്ടിയുടെ മുതൽക്കൂട്ട്. ഇപ്പോഴും ഒരു കൈ അനുഗ്രഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുക, ഒരു സംശയം വേണ്ട. അത് മാത്രമല്ല, ആ കുട്ടികൾ മനസ്സറിഞ്ഞ് സദ്ഗുരുവിനെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു നാമവും കൂടി പറയുകയാണെങ്കിൽ കുട്ടികളെ ആ സനാതന ധർമ്മത്തിൻ്റെ ആ ഭക്തി വശത്തിലേക്ക് കൂടി എത്തിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എത്തിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ഈശ്വര പ്രാർത്ഥന തന്നെ ഭഗവാന്റെയും കൂടി അനുവാദത്തോടു കൂടി ഉണ്ടാക്കിയ ഈശ്വര പ്രാർത്ഥനയാണ്. അവിടുത്തെ ഈശ്വര പ്രാർത്ഥന അത് ഗുരുക്കന്മാരെ, നാരായണ ഗുരുവിനെയും എല്ലാ ഗുരുക്കന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ഈശ്വര പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയാണ് അവിടെ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്. അപ്പോൾ അത് ആർക്കും ഒരു അരാജകത്വമായിട്ട് തോന്നാത്ത രീതിയിലുള്ള പ്രാർത്ഥന ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. അപ്പോൾ ആ സ്കൂള് എന്ന് വെച്ചാൽ ആ സ്കൂളിൽ നിന്ന് ഞാനിതാ ഇപ്പം മാനേജറായിട്ട് 3 വർഷമായിട്ട് ഇരിക്കുകയാണ് സാർ. 5 പൈസ ട്രസ്റ്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശ്രമ പ്രവർത്തനം എടുക്കാൻ കിട്ടില്ല. അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭഗവാൻ ഇത് വെച്ചത് എന്തിനാണ്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, അത് സ്കൂളിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കണേ. അപ്പോൾ നമ്മൾ അവിടെ വരുന്ന പൈസയും അത്ര പാവപ്പെട്ടവരുടെ പൈസയാണ്. അപ്പം ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കണം, അത് ഒരു പ്രൈവറ്റ് സ്കൂളല്ലേ. അപ്പോൾ പിന്നെ ശമ്പളം കൊടുക്കണം, പൈസ തന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യം. ഇപ്പം തന്നെ ആരും അറിയാതെ പോയ ഒരു കാര്യമാണ്. കാരണം 97% 10ാം ക്ലാസ്സിലെ റിസൾട്ട് ഏറ്റവും കൂടിയ മാർക്ക് കിട്ടിയത്. 42 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. സാർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ നാട്ടിലുള്ള കുട്ടികൾക്ക് പാരൻസിനോട് ചോദിച്ചിട്ട് ഒരു സംശയം തീർക്കാൻ പോലും പറ്റില്ല എന്നുള്ള അറിവ് പാരൻസിനില്ല. അവിടെ നിന്നാണ് 97% എത്തിയത്. അതിൽ 42 കുട്ടികൾ എക്സാം എഴുതിയപ്പോൾ 41 കുട്ടി മാത്രമാണ് ക്ലാസ് മാർക്കിന് അല്പക്കുറവ്. ബാക്കിയെല്ലാം ക്ലാസ്സിന് മുകളിലോട്ടാണ്. അതിൽ 25 കുട്ടികൾക്ക് 90% മുകളിൽ മാർക്കാണ്. സാർ സിറ്റിയിലെ ഒരു സ്കൂളിന് പോലും ഇല്ല. സിറ്റിയിലെല്ലാം വലിയ സമ്പന്നന്മാർ പഠിക്കുന്ന സ്കൂൾ. ഇതുവരെ തൊഴിലുറപ്പിന് പോണവരെ മക്കള്, റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളുടെ മക്കള്, ആട്ടോറിക്ഷ തൊഴിലാളികളുടെ മക്കള്, ദളിത് സമുദായത്തിലുള്ള കുട്ടികൾ. മനസ്സിലായി? ഈ കുട്ടികൾക്കാണ് ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും നല്ല റിസൾട്ടിലേക്ക്. ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ എത്ര പഠിപ്പിച്ചാൽ എന്ത് സാർ? നമ്മൾ അവിടെ മാനേജറായിട്ടിരുന്നു, അവർക്ക് വേണ്ട കെയർ കൊടുക്കുന്നു. അതല്ല സെക്കൻഡാണ്, എല്ലാം ഈശ്വരാനുഗ്രഹം വരുമ്പോഴാണ്. 100% നമ്മൾ മാർഗം മാത്രമേ ആകുന്നുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മളൊരു ടൂൾസ്, ഒരു ടൂള് മാത്രമാണ്. ബാക്കി കംപ്ലീറ്റ് ഭഗവാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. കാരണം അത് എനിക്ക് അവിടെ പോയി ആ സ്കൂളിൽ കയറിയതിന് ശേഷം ബോധ്യപ്പെട്ടതാണ്. കാരണം ഞാൻ ആ സ്കൂളിൽ പോകുമ്പം ഞാൻ ഭഗവാനെ കൂടി വിളിച്ചിട്ടാണ് പോയത്. ഞാൻ നേരെ സമാധി പോയിട്ട്, ഭഗവാനെ എനിക്ക് ഈ സ്കൂളുമായിട്ടോ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടോ ഒരു ബന്ധമില്ല, മനസ്സിലായി? ഒരു വിവരമില്ലാത്തവരാണ് ഭഗവാനെ. ഭഗവാൻ എൻ്റെ കൂടെ വരണം. വന്ന് ഞാൻ ഇരിക്കുന്ന സമയത്ത്
അവിടെ എന്തൊക്കെ ദൗത്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഞാൻ ഓടാം. അതെ, ഭഗവാൻ എന്നോട് നയിക്കണം. എന്റെ മുമ്പ് ഭഗവാൻ നിന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്കൂളിലേക്ക് കയറിയതാണ്. പക്ഷേ ഈ 3 വർഷത്തിനകത്ത് ഈ 22 വർഷത്തിന് അകത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതെ, ഇതൊരു ഭഗവാൻ കൂടെ വന്നു. തീർച്ചയായിട്ടും. അതെ, ഭഗവാൻ കൂടെ മാത്രമല്ല, നമ്മൾ ഇനി ആ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ നമ്മൾ കുറച്ച് അല്പം പ്രൊഫഷണലായി, ഞാൻ ആരും ഉപദേശിക്കുന്നതല്ല, ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതിപ്പോൾ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മുടെ ഒരു ചിന്തയിൽ നിന്ന് വന്നതാണ് എന്ന് മാത്രം കരുതിയാൽ മതി. അത് ഒരുപക്ഷെ ട്രസ്റ്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കള്ളിക്കാട് അടുത്ത വികസന ഘട്ടത്തിലോട്ട് കുതിക്കുകയാണ്. അതായത് ബ്രഹ്മോസ് ബോർഡറിലാണല്ലോ. ബ്രഹ്മോസ് വരുന്നു, മറ്റേ സശസ്ത്ര സീമാബലിന്റെ ക്യാമ്പ് വരുന്നു, അതുപോലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വരുന്നു. അതെ, ഫലത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരാൻ പോകും. അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കുടുംബം വരും, കുട്ടികൾ വരും. ആ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം. ക്രമേണ ഭാവിയിൽ ചിലപ്പം ഇത്രയും വലിയ കേന്ദ്ര സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് ചിലപ്പോൾ KV വന്നുകൂടാന്നില്ല, അത് അവരുടെ ഇതായിട്ട് വന്നേക്കാം, അത് പോട്ടെ. പക്ഷെ അതിന് അല്പസമയം എടുക്കും. അതുവരേക്കും ഈ വരുന്ന കുട്ടികൾക്ക് ആ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഭഗവാന്റെ പേരിലുള്ള സ്ഥാപനത്തിൽ കൊടുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അതിൻ്റെ മാനേജർ എന്ന രീതിയിൽ സാറ് മുൻകൂട്ടി കണ്ട് ചെയ്യണമെന്നുള്ളത് ഒരു റിക്വസ്റ്റാണ്. അത് അല്ല സാർ, റിക്വസ്റ്റ് അല്ല, അതിപ്പം നമ്മളെ ആവശ്യമാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സാറ് ഇത് പറഞ്ഞുകൊണ്ട് പറയാൻ, ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹരീന്ദ്ര സാറാണ് ഇപ്പോൾ പ്രസിഡന്റ്. അതെ, നമ്മളെ പങ്കജസ്തൂരിയുടെ അദ്ദേഹം ഒരു വലിയ മെഡിക്കൽ കോളേജ് നടത്തുന്ന ആളാണ്. അതെ അതെ, മെഡിക്കൽ കോളേജ് നടത്തി സക്സസ് ആയ ആളാണ്, അല്ലാതെ നടത്തണമെന്ന് മാത്രം സക്സസ് ആയ ആളാണ്. മറ്റൊന്ന്, അദ്ദേഹം അലോപ്പതി ഹോസ്പിറ്റല് തുടങ്ങി, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങി സക്സസ് ആയ ആളാണ്. ഇതൊക്കെ അത്രയും കഴിവുറ്റ ഒരു വ്യക്തിയുടെ കയ്യിലാണ് പ്രസിഡന്റ് സ്ഥാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ എത്ര തൊള്ളി, അതാണ് ഞാൻ പറഞ്ഞ, 3 വർഷത്തിനുള്ളിൽ 20 അപ്പോൾ 23ാമത്തെ വർഷത്തിലേക്ക് പോകണടുത്ത് 20 വർഷത്തിനകത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഈ 3 വർഷത്തിനകത്ത് ചെയ്തു. അപ്പോൾ ഇനി വികസന പാതയിലാണ്, ഇനി താഴോട്ടല്ല. അപ്പോൾ നമ്മൾ ഇത് എല്ലാം, കാരണം NCC കൊണ്ടുവന്നു, സീനിയറും ജൂനിയറും, അടുത്തുള്ള ഒരു സ്കൂളുകളിലും ഇല്ല. അത് കഴിഞ്ഞ് എയർഫോഴ്സിൻ്റെ, അത് കഴിഞ്ഞ് നേവിയുടെ. അപ്പോൾ ഇതെല്ലാം നമ്മളെ കുട്ടികൾക്ക്, പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ അടുത്ത് പ്ലാൻ ചെയ്യുന്നത്. ഏതെങ്കിലും കോഴ്സ്, ഡിഗ്രി കോഴ്സ് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ നാട്ടിലെ പിള്ളേർ എവിടെയെങ്കിലും ഒക്കെ പോയി പഠിക്കുകയാണ്, കുറച്ച് അവിടെ പഠിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് അടുത്ത ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ പെട്ടെന്ന് ചെയ്യും. കാരണം ചെയ്യാനായിട്ട് ഇറങ്ങിയാൽ ഭഗവാൻ കൂടെ ചെയ്തോളും. അതെ, നമ്മൾ ഭഗവാന്റെ ഒരു കാര്യത്തിനുള്ള പ്രത്യേകത ഞാൻ ഇന്നുവരെ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മതി, ബാക്കി ഭഗവാൻ ചെയ്തോളൂ. നമ്മൾ അതിനൊരു ആളായിട്ട് നിൽക്കണം. നമ്മൾ ഡ്രൈവറായിട്ട് ഇരുന്നാൽ മതി വണ്ടിയിൽ, ഭഗവാൻ ഓടിച്ചോളൂ. നമ്മളെ ക്ഷീണിപ്പിക്കാതെ ഭഗവാൻ ഡ്രൈവ് ചെയ്യും, അതിന് സംശയം വേണ്ട. അത് ആ തരത്തിലേക്ക് അത് വരണമെന്ന ആഗ്രഹമാണ് ആഗ്രഹം. സാറിനെ പോലെ നാട്ടുകാരനാണ് ഞാൻ. കാരണം നമുക്കൊന്നും ആ അവസരം കിട്ടാതെ പോയവരാണ്. നമുക്കൊന്നും അങ്ങനെ ഒരു അവസരമോ അത്രയും ഇത് ചെയ്യാനോ കിട്ടാതെ പോയ ആൾക്കാരാണ് നമ്മളൊക്കെ. നമ്മളെ മുന്നുള്ളവരും ഒന്നും അത്രയ്ക്ക് നെയ്യാടാൻ ഹൈസ്കൂള് അത് വിട്ടൊരു രാജ്യമില്ല. പിന്നെ കിട്ടിയ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, ഇത് രണ്ടും വിട്ട് നമുക്ക് അവിടെ ലോകമില്ല. അത്രയ്ക്ക് നല്ലൊരു അന്തരീക്ഷം അവിടെ ഒരുക്കി ഭഗവാൻ ചെയ്തു വെച്ച മാറ്റങ്ങളുടെ വന്നാണ് ഈ പറഞ്ഞതെല്ലാം അത് കൊണ്ടുവന്നു. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ സമൂഹത്തിനെ നോക്കിക്കാണുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കള്ള് കച്ചവടവും കള്ള് വാറ്റും ഒക്കെ ഉണ്ടായിരുന്ന, അതെ, അവിടെ കൊള്ളയും കൊലപാതകവും, കൊലപാതകത്തിന്റെ കാര്യം ആദ്യം പറഞ്ഞത്, പിന്നെ കൊള്ളയിലെ കാര്യം പറയണ്ട, പിന്നെ പിടിച്ചു പറയും. അതെ, അതുകൊണ്ട് അങ്ങനെ ഒരു നാടിനെ ഇത്രയും പുണ്യഭൂമിയാക്കി മാറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോ ആ നാട്ടിൽ ആര് സാർ രക്ഷപ്പെടാത്ത ഒരു, ആരുമില്ല, എല്ലാവരും ഈ പറഞ്ഞ പല തരത്തിൽ ജീവിച്ചിരുന്നവരുടെ അടുത്ത തലമുറയും അതിന്റെ അടുത്ത തലമുറയും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥരായി മാറുന്നു, അവര് നല്ല ബിസിനസ്സുകാരായി മാറുന്നു.
ചിലപ്പോൾ അവരുടെ പ്രൊഫഷണൽ സമീപനമൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം, അത് വേറൊരു വശം. അല്ല, അതെ, ഭഗവാന്റെ ചൈതന്യവും അവരവരുടെ ഹാർഡ് വർക്ക് അത്രേ ഉള്ളൂ. ഹാർഡ് വർക്ക് വേണമല്ലോ, അതിനകത്ത് ഒന്നും വെറുതെ വരില്ലല്ലോ. ഇല്ല, ഇപ്പം വിളക്കില് എണ്ണയും ഒഴിച്ച് തിരിയിട്ട് എല്ലാം വച്ചിട്ടുണ്ട്, അടുത്ത് കത്തിച്ചു കൊടുത്തല്ലേ പറ്റൂ. അതെ, കത്തിക്കുന്ന ജോലി നമ്മൾ ചെയ്യാതെ കത്തിക്കുന്ന നമുക്ക് ആവശ്യമുള്ളപ്പോഴല്ലേ കത്തിക്കുന്നത്. ആ കത്തിക്കൂല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ, ആ കത്തിക്കാൻ പോലും ആളുകൾ തയ്യാറല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു ആ ദേശം, അതിൽ നിന്നാണ് പറ്റി. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അമ്പലങ്ങളെ വയ്ക്കുമ്പോൾ, അമ്പലങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇപ്പോഴും ഈ അമ്പല ആൾക്കാര് ഈ ഉത്സവം വരുമ്പോഴോ മറ്റു കാര്യം വരുമ്പോഴോ ഒരുമിച്ച് ആക്റ്റീവ് ആവുന്നതനുസരിച്ച് മൊത്തത്തിൽ ആക്റ്റീവ് ആവുന്നില്ല. ഇല്ല, നമുക്ക് 365 ദിവസവും അമ്മ നമ്മളെ നോക്കിയിരിക്കുകയാണ്. 365 ദിവസവും നമ്മൾ അമ്മയ്ക്ക് വേണ്ടി അതില്ല. ഒരു ഉത്സവം വരുമ്പോഴോ ബാക്കിയുള്ള വരുമ്പോഴോ എല്ലാവരും ഒന്ന് അലർട്ടാവും, എല്ലാവരും ഒന്ന് കൂടുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു ബഹളം കാണിക്കുന്നു, അത് കഴിയുന്നു. ഉത്സവ പറമ്പിൽ നിന്ന് ഉത്സവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ പിന്നെ വരവ് കായ് ഇത്ര രൂപ, ചെലവ് കായ് ഇത്ര രൂപ, ബാക്കി കായില്ല. മനസ്സിലായില്ല, ഒരു ഇത് അവതരിപ്പിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഞങ്ങളെ ഇപ്പം ഭഗവാന്റെ ആശ്രമം ഇപ്പം ഞാൻ ട്രസ്റ്റി എന്നുള്ളതിലുപരി നമ്മൾ വളരെ മോണിറ്റർ ചെയ്താണ് സാർ ഈ ആശ്രമങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അത് വേണം. കാരണം അതുകൊണ്ടാണ് നമുക്കിതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകും. കാരണം 3 ആശ്രമങ്ങളാവട്ടെ, ശ്മശാനമാവട്ടെ, കല്യാണ സ്കൂളാവട്ടെ, മണ്ഡപമാവട്ടെ, ഇതെല്ലാം കാരണം ഒരു വീഴ്ച വരാതെ ഭഗവാൻ ദഹിച്ചുണ്ടാക്കിയതാണ്. അതെ, അല്ലാതെ ചുമ്മാ ഇരുന്ന് ഉണ്ടായതല്ല. ഭഗവാന്റെ രക്തം രക്തത്തെ വേർപ്പാക്കി ഉണ്ടാക്കിയതാണ്. ആ വേർപ്പ് വീണ സ്ഥലമാണ്. പിന്നെ എത്രയോ ദിവസം ഈ ഇരുമ്പ് പണി ചെയ്യുന്ന സമയത്ത് മുറിഞ്ഞ് രക്തം ഇറ്റിട്ട് വീണിട്ടുണ്ട്. ആ വീഴുന്ന സ്ഥലമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സന്യാസി വര്യൻ ഇരുന്ന് മറ്റേ യോഗ നിന്നിരുന്ന ധ്യാനം കൊണ്ടുണ്ടായതല്ല. ഭഗവാൻ തന്നെ പറയും, ഇന്നത്തെ സന്യാസി വര്യന്മാര് ജപിക്കുന്ന എങ്ങനെയാണ്. അപ്പോൾ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഇതിനെ ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നെങ്കിൽ പണം ബ്രഹ്മ, പണം വിഷ്ണു, പണം ദേവോ മഹേശ്വര, പണം സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ പണമേ നമ. ഇതാണ് ഇന്നത്തെ ആശ്രമങ്ങളിലെല്ലാം ഗുരുക്കന്മാരും ജപിക്കുന്നത്. അവിടെ നിന്നാണ് ഇത് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഭഗവാൻ നമുക്കൊരു മാതൃകയാക്കി കാണിച്ചു തന്നെയാണ്. അപ്പൊ അതിനെ കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഗുരുശാപം കിട്ടും. വേറെ ഒന്നുമില്ല, ഗുരുശാപം. തീർച്ചയായിട്ടും അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശാപം. ഇതിനെ ഈ ശാപത്തെ മാറ്റാൻ ഇനി ഒരു ദൈവം വിചാരിച്ചാലും കഴിയുകയില്ല. അപ്പൊ നമുക്ക് ഗുരുശാപം കിട്ടാതെ പോവുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അവിടെയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നു എന്ന് പറയുന്നതല്ല, ഭഗവാൻ വിളക്ക് തെളിച്ച ഒരു സ്ഥലം എന്ന രീതിയിൽ ക്ഷേത്രത്തിന്, നമുക്ക് കാളിവാറ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അറിയാമല്ലോ, അവിടെ വളരെ ജനവാസം കുറഞ്ഞ ഒരു സ്ഥലമാണ്, കയറി എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്, കുടിവെള്ളം വരെ തലച്ചുമടായി എത്തിക്കേണ്ട സ്ഥലമാണ്, എല്ലാം തലച്ചുമടായിട്ട് എത്തിക്കാൻ അതല്ല. അങ്ങനെയുള്ള സ്ഥലത്തെ ആ ക്ഷേത്രം, അതിൻ്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഭഗവാന്റെ മാർഗം ഞങ്ങൾ പിന്തുടരാൻ ഒരല്പശ്രമം നടത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഞങ്ങൾ 3 കുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു. അത് ഒരെണ്ണം കരമന ജയൻ അദ്ദേഹത്തിൻ്റെ ഭാരതീയൻ ട്രസ്റ്റുമായി സഹകരിച്ചാണ്. പിന്നെ ഒരെണ്ണം പൂർണ്ണമായും നമ്മളെ ക്ഷേത്ര കമ്മിറ്റി തന്നെ. അതിൽ ആശ്രമത്തിന് ആ കാര്യം അറിയാവുന്നതുകൊണ്ട് ആ ഹാളിൽ വെച്ച്, ആശ്രമത്തിൻ്റെ മണ്ഡപത്തിൽ വെച്ച് നടത്തിയതുകൊണ്ട് ഒരു സാമ്പത്തിക ഇളവ് ആശ്രമത്തിൽ നിന്ന് അന്ന് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കിടന്ന് ഓടിച്ച് അവർ കാണുകയല്ലേ, പിന്നെ അതുകൊണ്ടാണ് എൻ്റെ ഒരു ഇത് ചെയ്തത്. മൂന്നാമത്തേത് വേറെ ഒരു നമ്മുടെ രേവതി വിനോദനാണ് എൻ്റെ കൂടുതൽ ചെയ്തത്. അതിലൊരു പങ്കാളിത്തം വഹിക്കാൻ നമുക്ക് പറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരു വീട് പണിയുന്നതിന് വീടിൻ്റെ കോൺക്രീറ്റിനുള്ള സാധനം നമ്മൾ കൊടുത്തു, വയറിങ് നമ്മൾ ചെയ്തു കൊടുത്തു. ഒരു നിവൃത്തിയില്ലാത്ത പാവം, മനസ്സിലായി. അപ്പോൾ ഭഗവാനാണ്, സേവനമാണ് ഈശ്വരൻ എന്ന തത്വം. അപ്പോൾ ഇത് ചെയ്യുന്നതിനുള്ള വരുമാനം സത്യത്തിൽ ആ ക്ഷേത്രത്തിനില്ല. ഇല്ല. പക്ഷെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, അത്ഭുതമാണ്. സംശയമൊന്നുമില്ല. കോവിഡ് കാലം വരെ ഞങ്ങൾ 23 വീടുകൾക്ക് മാസം തോറും ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നിവൃത്തിയില്ലാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെക്കാൾ വരുമാനമുള്ള ക്ഷേത്രങ്ങളും വ്യക്തികളും എല്ലാം ആ പരിസരത്ത് വേറെയുണ്ട്, ഇഷ്ടമാരുണ്ട്. പക്ഷേ ഉള്ളതിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു സേവന പ്രവർത്തനം നടത്തുന്നു. അതിന് കാരണം
ഭഗവാന്റെ ഒരു മാർഗദർശനമാണ്. അത് നമ്മുടെ കമ്മിറ്റിയിലുള്ള എല്ലാ പേർക്കും അത് ഉള്ളിൽ തോന്നുന്നത് കൊണ്ടാണ്. ഒരാൾ പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർ അംഗീകരിക്കാതിരുന്നാൽ നടക്കൂല, ഒരിക്കലും നടക്കില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കത് നമ്മളെ കമ്മിറ്റി ഇതാണ് വേണ്ടത് എന്ന ഒരു തോന്നൽ. അപ്പോൾ അത് ഈ പറഞ്ഞ കമ്മിറ്റിയിലുള്ള എല്ലാവരും ഭഗവാന്റെ മുന്നിൽ വരുന്നവരാണ്, അത് കേൾക്കുന്നവരാണ്, അവിടെ നിന്ന് ഒരുപിടി ഭക്ഷണം കഴിക്കുന്നവരാണ്, ആ മുഖം ദർശിച്ച് മടങ്ങുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത് നടത്താൻ സാധിച്ചത്. 100% ഞാൻ ഇപ്പോഴും ഇല്ല സാർ, അത് വളരും. ഇന്നിപ്പോൾ സാറ് ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കണേ, ഇത് കാണുന്ന എല്ലാവരും പറ്റരാണ്. അതെ അതെ, ഇതല്ലാത്ത ഒരു ചാനലല്ല, ആധ്യാത്മിക ചാനലാണ്. അതെ, പറ്റരാണ് കാണുന്നത്. അതെ, ഇത് കുറേ പേരും നമ്മളെ സ്ഥലവുമായി ബന്ധപ്പെട്ടവരുമാണ്. ആണ്. ഇപ്പൊ സാറ് തന്നെ വന്നിട്ടുണ്ട്, നമ്മുടെ പങ്കജസൂര്യര് സാറ് പല തവണ അവിടെ വന്നിട്ടുണ്ട്. അനന്തകൃഷ്ണൻ സാർ IPS സാർ വന്നിട്ടുണ്ട്. സാംബശിവ സാറ് ആശ്രമത്തിൽ വല്ലപ്പോഴും മാത്രം വന്നിട്ടുള്ള ആളാണ്. സാംബശിവ സാർ വന്നിട്ടുണ്ട്. അതുപോലെ നിരവധി എത്രയോ വ്യക്തികൾ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായി. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇനി എന്തായാലും ഈ ചാനലിൽ വന്ന് ഇത്രയും സമയം അമ്മയുടെ കാര്യം നമ്മൾ പറയാൻ പറ്റി. അതെ അതെ, എന്തായാലും അമ്മയുടെ ലോകാംബികയുടെ കാര്യം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റി. അത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അമ്മ നിയോഗിച്ചതാണ്. തീർച്ചയായിട്ടും അമ്മ പറയിക്കുന്നതാണ്. അപ്പോൾ അമ്മയെ ഭഗവാനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഭഗവാന്റെ ചാനലിൽ വന്നിരുന്ന അങ്ങേ കൊണ്ട് ഇത് പറയിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഒരു ഭയങ്കരമായ ചേഞ്ച് അവിടെ സംഭവിക്കും, അതിന് ഒരു സംശയം വേണ്ട. സംഭവിക്കുമെന്നുള്ളതിന് വേറെ സംശയമൊന്നും വേണ്ട. അത് മാത്രമല്ല, ഈ സിദ്ധ പരമ്പരയുടെ ഒരു കണ്ണി ഇന്നും ആ ക്ഷേത്രവുമായി മുറിയാതെ പോകുന്നുണ്ട്. ബന്ധമുണ്ട്. ബന്ധമില്ലെങ്കിൽ ഭഗവാൻ അവിടെ വരില്ല. ഭഗവാൻ വന്ന് ഭഗവാന്റെ കൈകൊണ്ട് വിളക്കുണ്ടാക്കി, അതായത് ഇരുമ്പ് വിളക്ക്, കുത്തുവിളക്ക് ഉണ്ടാക്കി അവിടെ പോയി സ്ഥാപിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അവിടെ ആ ചൈതന്യം കണ്ടിട്ട് ആ ചൈതന്യത്തെ അവിടെ കുടി ശരിക്കും പറഞ്ഞാൽ അവിടെ കുടിയിരുത്തിയിട്ട് പോലെയാണ് ചെയ്തത് ഭഗവാൻ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളും ആശ്രമവും, അതായത് ക്ഷേത്രവും ആശ്രമവുമായി ബന്ധമുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ അവിടെ ചെന്നിട്ടേ തുടങ്ങാറുള്ളൂ എന്നുള്ളത്. രണ്ടാമത്തേത്, ആശ്രമത്തിലെ എത്രയോ ആൾക്കാർ അവിടെ വരുന്നു, അറിയുന്നവർ നെയ്യ് തരുന്നു ഈ വിളക്കിൽ ഒഴിക്കുന്നതിന്. നമ്മൾ നടത്തിപ്പിന് വേണ്ടി സമീപിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ അമിത ആർഭാടം അവിടെ കാണിക്കാറില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല. അതുകൊണ്ട് ഉള്ളത് പൂജയ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്നറിയാവുന്നതുകൊണ്ട് അത് തരുന്നവരുണ്ട്. പിന്നെ ഒരു കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സിദ്ധാശ്രമം, അവിടുത്തെ ബ്രഹ്മചാരിമാരുടെ സാന്നിധ്യം ഉണ്ട്. സിദ്ധാശ്രമവും സ്വാമിയും തമ്മിലുള്ള ബന്ധവും, പിന്നെ ശിവാനന്ദവംസറും സ്വാമിയായിട്ട് അത്രയും ബന്ധമുണ്ട്. അങ്ങനെ വരുമ്പം ആ പരമ്പരയും ഈ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം ഇന്ന് നിലനിൽക്കുകയാണ്, തീർന്നില്ല. പളനിയിൽ നിന്ന് സിദ്ധ പരമ്പരയിൽപ്പെട്ടവർ ഇന്നും ക്ഷേത്രത്തിൽ. അതെ. അപ്പം അഗസ്ത്യമുനി, ഭോഗർമുനി, ഭഗവാൻ, പളനി, സിദ്ധാശ്രമം, പിന്നെ യോഗ പരമ്പരയാണെങ്കിലും നെയ്യാർ ഡാമിലെ ആശ്രമവുമായിട്ടും അവരുടെയും ഒരു ബന്ധം ഉണ്ടാകുന്നു. കോഴിക്കോട് നിന്ന് ചിദാനന്ദപുരി സ്വാമിയുടെ ഭക്തർ അല്ലെങ്കിൽ സ്വാമിയുടെ ശിഷ്യർ അവർ വരുന്നു. കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്ന് അവിടുത്തെ ആൾക്കാരും നാമജപത്തിനായിട്ട് വരുന്നു, എന്നും അല്ലെങ്കിലും വല്ലപ്പോഴും. അപ്പോൾ നോക്കുമ്പോൾ കേവലം ഒരു ക്ഷേത്രം വിഗ്രഹപ്രതിഷ്ഠ അല്ല, മറിച്ച് ഈ ഒരു പരമ്പരയുടെ ഒരു സംഗമ സ്ഥാനമാണ്. അവിടെ നല്ല ചൈതന്യമാണ് സാർ. അവിടെ ചൈതന്യവത്തായ സ്ഥലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യത്തെ ഒരു വാക്ക് പറഞ്ഞത് ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാവേണ്ട ദിവസം കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു. അതെ. അപ്പം അത് പിന്നീടൊന്ന് വിലയിരുത്തിയപ്പോൾ ഈ അഗസ്ത്യകൂടത്തിലേക്ക് പണ്ട് ആൾക്കാർ നദിയിലൂടെ വന്ന് ഈ പറയുന്ന സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നെയ്യാർഡാമൊന്നുമില്ല. നമ്മുടെ ആ പ്രദേശത്ത് വരുന്നതോടുകൂടി പിന്നെ മലയായി, പിന്നെ വള്ളം സഞ്ചരിച്ചു പോകുന്ന പ്രദേശം കഴിഞ്ഞു. ഈ കള്ളിക്കാട് വരെയൊക്കെ പരമാവധി നമുക്ക് അവിടെ ഇങ്ങോട്ട് വള്ളത്തിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നും ഈ പറയുന്ന ബുദ്ധ സന്യാസിമാരടക്കമുള്ളവരുടെ ഒരു സംഗമ സ്ഥാനമായിരുന്നിരിക്കണം ഈ കാളിപാറ. പിന്നെ അതുകൊണ്ടാണ് ആ മറ്റേ കുഴി മുകളിലുള്ളത്, ആ ഗുഹയുള്ളത്, മരുന്നരയ്ക്കുന്ന ഉരല് പഴയ മനസ്സിലായി. അപ്പൊ അവരെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലം ആയിരുന്നിരിക്കണം. ഊഹം മാത്രമായിരിക്കാം. ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴും അഗസ്ത്യകൂടത്തിൽ നിന്ന് യാത്ര തിരിച്ചു കൊണ്ടുവന്ന് മരുന്നെല്ലാം ശേഖരിച്ചു കൊണ്ടുവന്ന് മരുന്നാക്കി പോകുന്നത്. മാത്രമല്ല, ഇതൊരു അടയാളം പോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അഗസ്ത്യകൂടത്തിൽ നിന്നാൽ ഈ ദിക്ക് തിരിച്ചറിയാൻ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു സ്ഥലം, പിന്നെ യാത്രയ്ക്ക് സുഗമമായ സ്ഥലം, അങ്ങനെ ഒരുപാട് പ്രത്യേകത. നമ്മുടെ സനാതന ധർമ്മത്തിലെ ഗുരു പരമ്പരയുടെ ഒരു സംഗമ സ്ഥാനം ആയി നിൽക്കുന്നു. അതുകൊണ്ടായിരിക്കണം ഭഗവാൻ അവിടെ വന്ന് ആ വിളക്ക് തെളിയിച്ചത്.
ആ വിളക്കാണ്, അല്ലെങ്കിൽ ഭഗവാൻ ആശ്രമത്തിലും വിഗ്രഹ പ്രതിഷ്ഠ അല്ല ചെയ്തത്, ഇല്ല, വിളക്ക് വയ്ക്കും. വിളക്ക്. നേരത്തെ പറഞ്ഞ പോലെ അത് വിളക്കം കൊടുക്കാനാണല്ലോ വിളക്ക്. ആ പ്രകാശം, ജ്ഞാനപ്രകാശവും ആത്മപ്രകാശവും എല്ലാം കിട്ടുന്ന ഒരു പ്രകാശം അവിടെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നിർമ്മാണത്തോടുകൂടി ഒരു കിടാവിളക്ക് വച്ചു തരാനും ഒരാൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ. അവിടെ കിടാവിളക്ക് നിൽക്കട്ടെ, പ്രകാശം പടരട്ടെ എന്ന്. അതെ, അത് പ്രതാവണ്ണം തന്നെ അത് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം അദ്ദേഹത്തിനും കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്കതിൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാടിനെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ചൈതന്യത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ആത്മചൈതന്യത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. സത്യം. നിരവധി നെയ്യാർ മുരുകൻ ക്ഷേത്രം നമുക്ക് പറയാതിരിക്കാൻ കഴിയാത്ത, അത് അനാഥമായി പോകുമായിരുന്നു. സത്യം. അതിനെ ഇന്നും നിലനിർത്തി. പിന്നെ ആകെ ഒരു ഇത് എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത തലമുറകൾ ഈ സത്യം എത്രത്തോളം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇല്ല, അതൊക്കെ വളരും. കാരണം തലമുറകളിലേക്ക് എത്തും. ഇതൊക്കെ ഈ ഗുരുക്കന്മാരാൽ കണ്ടുവച്ചിട്ടുള്ള പ്രകാശം ഒരിക്കലും കെടുവില്ല സാർ. അതെ, അല്പം അണഞ്ഞു കിടന്നാലും പിന്നെയും അത് വളരും. അതാണ്, അതിന് സംശയമില്ല. അതാണ് ഇത്രയും കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ പുണ്യഭൂമി വീണ്ടും തെളിയിക്കപ്പെട്ടത്. അതെ അതെ അതെ, അതിന് തെളിവാണത്. എത്ര അണച്ചിട്ടിരുന്നാലും അത് അണഞ്ഞു പോകില്ല. ഇല്ലെങ്കിൽ ഈ അഗസ്ത്യ മുനിയുടെ ഈ പ്രാധാന്യമുള്ള നാട് അത് അറിയപ്പെടാം. അതിനെ തെളിയിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ അവതാരം എടുക്കില്ല. അതാണ് എൻ്റെ ഒരു എടുക്കില്ല. അപ്പോൾ ആ പുണ്യഭൂമി ആക്കിയിട്ട് പോകാൻ പോയി. അതിനുശേഷം ഇപ്പൊ എന്തൊക്കെ സാർ, ഇനിയിപ്പോ ബ്രഹ്മോത്സവം സാറ് പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി അവിടെ വേറൊരു ഇതായി ലെവലായി വേൾഡില് എത്തിക്കപ്പെടുന്ന സ്ഥലമായി മാറി. നമുക്ക് ഈ ധർമ്മ പരമ്പരയിൽ നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. 100% നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അത് നമ്മൾ പാലിക്കണം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഭഗവാൻ തുടങ്ങി വെച്ച നാമജപം അത് ആശ്രമത്തിൽ മാത്രം പോരാ, അതെല്ലാ ക്ഷേത്രങ്ങളിലും തുടർച്ചയായി ആ നാമം മുഴങ്ങട്ടെ. അത് ക്ഷേത്രനാമങ്ങളായിരുന്നാലും മതിയല്ലോ, എന്തായിരുന്നാലും അത് അപ്പോൾ മാത്രമേ നമ്മൾ ഭഗവാൻ നമ്മളിലേക്ക് ചൊരിഞ്ഞതിനോടുള്ള നമ്മുടെ കടപ്പാട് പ്രവൃത്തിയിലൂടെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും ഇന്നും ആശ്രമത്തിൽ പോകാൻ പറ്റിയെന്ന് വരില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രത്തിലോ വീട്ടിലോ 100% പ്രാർത്ഥന എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അത് വേണം. തൊട്ടടുത്തുള്ള അമ്പലത്തിനുള്ള പ്രത്യേകത എന്താ സാർ? ആ അമ്പലം ഈ അവിടുത്തെ കാവൽക്കാരനാണ്, അവിടുത്തെ കാവൽക്കാരിയാണ്. അതുകൊണ്ടാണല്ലോ അകലെ കിടക്കുന്ന അലക്കുകാരനേക്കാളും അടുത്തുള്ള കല്ലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞത്. കാവൽക്കാരാണ്, അതിനെ സംരക്ഷിക്കേണ്ടത് അവരവരാണ്. അവരത് ആ ബോധ്യം വരുന്നില്ല. കാരണം നമ്മളെ കുടുംബം നോക്കേണ്ട നമ്മളാണ്, നമ്മളെ കുടുംബത്തെയാണ് അമ്മ. അതെ, അവിടെ ഇരുന്ന് ചുറ്റും മൊത്തം വീക്ഷിച്ച് കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അമ്മ കുടികൊള്ളുകയാണ്. അത് മനസ്സിലാക്കി എത്രത്തോളം അമ്മയ്ക്ക് അവിടെ ഉയർച്ച ഉണ്ടാവുന്നുവോ നാട്ടിന് പ്രകാശം ഉണ്ടാവും, എല്ലാവർക്കും നന്മ വരും. ആ നാമജപം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഈ ഗുരുവിനോട് നമ്മൾ തിരിച്ചു നൽകുന്ന ആ ഗുരുയജ്ഞമാണ് ആയിരിക്കും. പിന്നെ തീർച്ചയായും നമ്മൾ ആ നന്ദി പ്രകടനം നടത്തേണ്ടത്. ഈ ഗുരുവിന് കുറച്ചുകൂടി നമ്മളൊരു ഒരു ആത്മീയ ഭഗവാൻ ആ സ്ഥലം കണ്ടുപിടിച്ച് ഭഗവാൻ അവിടെ പ്രവേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചയജ്ഞങ്ങളിൽ ഈ ഗുരുയജ്ഞം ആ നാട്ടിലുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ എത്തട്ടെ. ആ നാമം ജപിക്കപ്പെടട്ടെ, ക്ഷേത്രനാമങ്ങൾ ജപിക്കപ്പെടട്ടെ. നാമജപത്തിലൂടെ ആ നാട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ളതാണ് ഒരു ആഗ്രഹം, ആവശ്യം. ഇതൊക്കെ ആഗ്രഹമല്ല, ആവശ്യമാണ്, നാട്ടിന്റെ ആവശ്യം, അത് ഇനിയുള്ള തലമുറയുടെ ആവശ്യം. അതെ, അത് ഞാൻ കാണുന്നത് അത് ആ നാട്ടിനെ നയിച്ച ഗുരുവിനോടുള്ള നമ്മുടെ നന്ദി പ്രകടനമായി അത് വരണം തീർച്ചയായിട്ടും എന്ന്. അപ്പോൾ അതിനുള്ള ഇത് എല്ലാവർക്കും തോന്നലുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനുഭവത്തിൽ വളരെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആശ്രമത്തിൽ പോയതും കൈനീട്ടം വാങ്ങിയതും ഭക്ഷണം കഴിച്ചതും. നമ്മുടെ കാളിവാറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭഗവാനെ സമീപിച്ച് ചില വാക്കുകൾ എനിക്ക് ആശ്രമത്തിൽ ഞാൻ ഈ വളരെ കുട്ടിക്കാലത്ത് എനിക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത കാലത്ത് ഭഗവാൻ തിരിച്ചറിഞ്ഞതിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹം അന്ന് നമുക്ക് വീട്ടിൽ പശുവുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ടോ പുല്ല് പറിക്കൽ ഒരു പ്രധാന ജോലിയാണ്. അപ്പം നമ്മൾ പോകുന്നത് കൊണ്ടാണ് ഈ കളിവാറ ഭാഗത്തോട്ട് പോവുക, അല്ലെങ്കിൽ ഇപ്പുറത്തെ ശാസ്താംപാറ ഭാഗത്തോട്ട് പോവുക, കൈ കിട്ടുന്ന പുറത്തിച്ചക്ക അത് പറിച്ച് കഴിക്കുക, മാങ്ങ പറിച്ച് കഴിക്കുക, ആ ഒരു ശീലമാണല്ലോ. അപ്പോൾ ഒരു ദിവസം കൈനീട്ടത്തിന് പോയപ്പം പാറയിൽ കയറിയില്ലേ എന്ന് ചോദിച്ചു. അന്ന് കുട്ടിക്കാലത്താണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ആ ചോദ്യം എൻ്റെ ഭാവി ജീവിതത്തിലുള്ള
പാറയിൽ കയറിയില്ലേ എന്ന ചോദ്യം. അത് തന്നെ, പാറയിൽ കയറാൻ കണ്ടല്ലോ അവിടെ ഭഗവാൻ. അതെ. ഓരോരുത്തരെ പോസ്റ്റ് ചെയ്യല്ലേ. അതായിരുന്നു അതിന്റെ ഒരു ഇത്. എന്നുള്ളിടത്ത് മാത്രമേ പിന്നെ പെൻഡിങ് വെക്കുണ്ടായിരുന്നു. അവര് നേരത്തെ ആളുകളെ പോസ്റ്റ് ചെയ്യും. തീർച്ചയായിട്ടും. അതുപോലെ കള്ളിക്കാട് ഓരോ വളർത്തേണ്ട വ്യക്തികളെയും ഭഗവാൻ വളർത്തിയിട്ടുണ്ട്. ഓരോ നിയോഗം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ആ നിയോഗത്തിൽ എവിടെ കൂടെയൊക്കെയോ ഉള്ള ഒരു വ്യക്തിയാകാൻ ഭഗവാൻ ഒന്ന് കാണാൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു യോഗിയെ, നമ്മുടെ യോഗി പരമ്പരകളിൽപ്പെട്ട ഒരു അവധൂതനെ നമുക്ക് കാണാൻ കഴിഞ്ഞു, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു, മുന്നിൽ ചെന്നൊരു വിങ്ങലോടെ തൊഴുതു നിൽക്കാൻ സാധിച്ചു. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ കരുതുക. ഇപ്പോൾ ഇത്രയും സമയം സാറ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആധ്യാത്മിക കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന് ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവാം. അതുപോലെ അത്രയും നല്ല അറിവിൻ്റെ നിറകുടവും കൂടിയാണ് അദ്ദേഹം. ഇത്രയും സമയം ഈ ചാനലിൽ വന്ന് ഭക്തർക്കും അതുപോലെ കാളിപാറ ക്ഷേത്രം ഭഗവാൻ ശരിക്ക് തിരികൊളുത്തിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നുകൂടി പറയുകയാണ്, നട്ടെല്ലാണ് ഇദ്ദേഹം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ആ ക്ഷേത്രത്തിൽ പോകണം. കാരണം അമ്മ അത്ര ചൈതന്യവതിയായിരിക്കുന്ന ലോകാംബികയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയെ കാണണം. അമ്മയെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടുന്ന് അമ്മയുടെ ചൈതന്യം മനസ്സിലാക്കും. പിന്നെ പൊക്കോളും, നാമം പറയും, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം നമ്മളെപ്പോഴും ഒരു ഫലത്തിന് നല്ല മധുരമുണ്ട് എന്ന് വേറൊരാൾ പറയണതും ആ മധുരം ആസ്വദിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ പുളി എന്ന് നാക്ക് നീട്ടിയിട്ട് പറഞ്ഞ് നമ്മളെ നാക്കിൽ വെള്ളം ഊറും. എന്തുകൊണ്ടാണ്? നമ്മൾ പുളി കഴിച്ചിട്ടുണ്ട്, പുളിയെക്കുറിച്ച് നമുക്കറിയാം. ഒരു വെള്ളക്കാരൻ്റെ മുമ്പ് പുളി എന്ന് പറഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല. കാരണം അവൻ പുളി എന്ന് പറഞ്ഞാൽ അവനറിയില്ല എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളത് ആസ്വദിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ശരിക്കും പൂർണ്ണ ഫലസിദ്ധി അല്ലെങ്കിൽ അറിവ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറ് ഇത്രയും സമയം വന്ന് ഭക്തർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.